അത് നോറ വളരെ ഫണ്ണായിട്ട് ചെയ്തൊരു കാര്യമാണ്. പക്ഷെ അത് ഞങ്ങൾക്കിടയിലുള്ള സൗഹൃദത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. ആ കേക്ക് തേപ്പ് ശരിയാണെന്നൊരിക്കലും ഞാൻ പറയില്ല. ഈ സംഭവം പിന്നീട് പുറത്ത് വന്ന് വേറെ ആൾക്കാർ ഏറ്റെടുത്ത് അവർക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇത്രയും വലുതായിട്ട് മാറിയത്. എന്തുകൊണ്ട് റോക്കി ചേട്ടനെ കല്യാണത്തിന് വിളിച്ചില്ല? കാരണം അയാളായിട്ട് ഒരിക്കലും സൗഹൃദം വെച്ച് പുലർത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇനി മുന്നോട്ട് പോകുമ്പോഴും ഉണ്ടാവില്ല. എന്നോട് വളരെ മോശം പ്രവൃത്തി ചെയ്തിട്ട് മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി മാത്രം വളച്ചൊടിച്ച് ഒരു സോറി പറഞ്ഞ് പോയ ഒരാളെ എനിക്ക് ഒരിക്കലും പിടിക്കേണ്ട ആവശ്യമില്ല. ബിഗ് ബോസ് സീസൺ 6-ലെ ഏത് ഫ്രണ്ടിനെ ആയിരിക്കും ആദ്യം കോൾ? അച്ചുവടുത്തുണ്ട്. ഞാൻ വണ്ടി കിടന്നു എനിക്ക് സായിനെ കാണാം. അങ്ങനെ കെട്ടിയതല്ലേ മറന്നു. പിന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആരാണ് സ്നോർ ചെയ്യാറ്, കൂർക്കം വലിക്കാറ്? ഇവളിപ്പോ എന്റെ പേര് എഴുതുവേ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് തുടങ്ങുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാ. പ്രേമിക്കാൻ പറ്റുന്ന മനസ്സിനിക്കൊന്നുമില്ല. എന്നെ മൂത്തോക്ക് ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്നത് നിങ്ങൾക്ക് ഇത് പറ്റുന്ന പരിപാടിയല്ല. 2 വർഷം കൊണ്ടാണ് ഞാനിത് മനസ്സിലാക്കി. അരമണിക്കൂർ കൊണ്ട് പുള്ളിക്കാർക്ക് ഇത് മനസ്സിലാക്കി. അപ്പോഴാണ് എനിക്കൊരു ഇഷ്ടം. അപ്പൊ ഒരു പെൺകുട്ടി ഡെസ്പായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ കയറി ആളുകൾ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കയ്യിലെടുക്കുക. സത്യം പറഞ്ഞാൽ അമ്മേനെ മനസ്സുകൊണ്ട് ആലോചിക്കുമായിരുന്നു. ഈ പെണ്ണ് എപ്പോഴെങ്കിലും ഡെസ്പായിട്ട് ഇരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് കയറി ചെല്ലല്ലോ. ഞാൻ ഇറങ്ങാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ളത് പറഞ്ഞിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് ഞാൻ പോയിക്കളാം. ഏതായാലും നമുക്ക് നഷ്ടപ്പെട്ടു പോയൊരു പ്രപ്പോസൽ സീൻ ഉണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് റിക്രിയേറ്റ് ചെയ്ത് അച്ചു എങ്കിലേ എന്നോട് പറ ഐ ലവ് യു. ഒട്ടും കൊള്ളത്തില്ല. ഇച്ചിരി നന്നായിട്ട് പറഞ്ഞോട്ട് നമ്മളെ മാരേജിന്റെ കാര്യം വീട്ടിൽ പറയാം. അതിന് മുന്നേ പിടിച്ചിരുന്നോ? സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ കൊച്ചി. ഹായ് ഓൾ, വെൽക്കം ടു ലൈഫ് നെറ്റ് TV. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ്. ന്യൂലി മാരിഡ് കപ്പിൾസ് ആണ്. ബിഗ് ബോസ് സീസൺ 6-ലൂടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ, എന്തിനേറെ പറയുന്നു, പെൺ മനസ്സ് ആറ്റിറ്റ്യൂഡും ക്യാരക്ടറും കൊണ്ട് കീഴടക്കിയ, എന്നാൽ ജാൻ 4, 2025 ലോക്ക് വീണ നമ്മുടെ സ്വന്തം സിജോ ചേട്ടനും ലിനു ചേച്ചിയുമാണ്. സിജോ ചേട്ടൻ, ലിനു ചേച്ചി, വെൽക്കം ടു ദ ഷോ. നമ്മുടെ ഈ ഒരു മാരേജിലൂടെ ഞാൻ പല മാരേജസ് എടുത്തു നോക്കുകയാണെങ്കിൽ ചിലർ ഡാൻസ് ചെയ്തിട്ട് വൈറലായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് വൈറലായിട്ടുണ്ട് മാരേജിന് വന്നിട്ട്. ആദ്യമായിട്ടാണ് കേക്ക് വൈറലായി കാണുന്നത്. എന്താണ് ആക്ച്വലി അന്ന് സംഭവിച്ചത്? അത് നോറ വളരെ ഫണ്ണായിട്ട് ചെയ്തൊരു കാര്യമാണ് അന്നത്തെ. അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. കാരണം നോറയുടെ ബർത്ത്ഡേയുടെ അന്ന് ഞങ്ങൾ പോയിട്ട് നോറയുടെ മുഖത്ത് ഞാൻ പോയിട്ട് കേക്ക് തേക്കുന്നത്. അതെനിക്ക് ജെ ആണ് പറയുന്നത്. ജെ മീൻസ് നോറയുടെ പാർട്ണറാണ്, കെട്ടാൻ വേണ്ടി പോകുന്ന ആളാണ്. ജെ എനിക്കൊന്ന് പറഞ്ഞു, സിജോ നോറയുടെ ബർത്ത്ഡേ അല്ലേ, ഒന്ന് കളറാക്കണം. അപ്പം മുഖത്ത് കേക്ക് കൊണ്ട് തേച്ചു. അപ്പം ചോദിച്ചു, ജെ ബ്രോ തേക്കണോ? കാരണം അവളിപ്പോൾ ഒരുങ്ങി നിൽക്കുകയാണ്. ഒരു കുഴപ്പമില്ല, അവർക്ക് വേറെ ഡ്രസ്സ് എടുത്ത് ഞാൻ ഒരുങ്ങി വെച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് തേച്ചു. കേക്ക് തേച്ചാൽ മാത്രം പോരാ, തേച്ചിട്ട് അവളെ പൂളിലെടുത്തുകൊണ്ട് ഇടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ, ഞാൻ സായി ഉണ്ട് ഇവിടെ, ഇങ്ങനെ ചെയ്യണം, നിഷാനുണ്ട്, നന്ദൂട്ടനുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഈ പരിപാടി അങ്ങ് ഒപ്പിച്ചു. അന്ന് നോറയുടെ കേക്കൊക്കെ തേച്ചതിന്റെ വീഡിയോസൊക്കെ അവളുടെ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ട്, ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കല്യാണത്തിന് വന്ന സമയത്ത് നോറ നേരെ സ്റ്റേജിലേക്ക് വരുന്നു. നോറയും ജയും കൂടെ വരുന്നു. എനിക്ക് ഗിഫ്റ്റ് വന്നത് നോറയുടെ ഗിഫ്റ്റാണ്. അപ്പൊ നോറ വന്നിട്ട് ചെവി വന്ന് പറഞ്ഞു, ഞാൻ പ്രതികാരം ചെയ്തിട്ട് പോകത്തുള്ളൂ കേട്ടോ. നീ അത് ഫണ്ണായിട്ടാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് ഉറപ്പായി എന്തെങ്കിലും ഒപ്പിക്കും, എനിക്ക് പൂളിലെടുത്തിടും, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കേക്ക് വരുത്തേക്കും. പെട്ടെന്ന് ഇത് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആലോചിക്കുന്നില്ലല്ലോ ഇതൊക്കെ ചെയ്യാൻ. അപ്പോ അൽത്താഫും ഷാലും കൂടെയാണെന്ന് ഹോസ്റ്റ് ചെയ്ത്. അപ്പൊ അവർ അനൗൺസ് ചെയ്തു കല്യാണത്തിന്റെ പരിപാടീസ് ഒക്കെ തീരുവാണ്, 10 മണിയാവുന്നു, നമുക്ക് ലൈറ്റും സൗണ്ട്സും ഒക്കെ ഇപ്പൊ ഓഫ് ചെയ്യണം, അതുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഫോട്ടോ എടുത്ത് തീരുക, DJ ആരംഭിക്കുവാണ്, ഇതോടുകൂടി എല്ലാം അവസാനിക്കുകയാണെന്ന് പറഞ്ഞു. ഇത് അനൗൺസ് ചെയ്ത് ഒരു 10 മിനിറ്റ് മിച്ചുള്ള സമയത്ത് അങ്ങോട്ടാണ് നോറ സ്റ്റേജിലേക്ക് വന്നിട്ട് ഇതിന്ന് തേക്കുന്നത്. അപ്പൊ അവൾ ഏകദേശം ഉറപ്പിച്ചു പരിപാടി എല്ലാം കഴിഞ്ഞു എന്നുള്ളൂ. പരിപാടി കഴിഞ്ഞിട്ടാണ് ഈ സംഭവം കൊണ്ട് തേക്കുന്നത്. പെട്ടെന്ന് തേക്കാൻ നമ്മൾ ഷോക്കായി പോയല്ലോ. കാരണം നമ്മളിപ്പോ ഒരാൾ ഇത് ചെയ്യുമെന്ന് പറഞ്ഞാൽ തന്നെയും നമ്മുടെ ദേഹത്തോണ്ട് പെട്ടെന്ന് കേക്ക് തേക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവും. ആ ആക്ട് ശരിയാണെന്ന് ഞാൻ പറയണില്ല. അതായത് ഇപ്പോ ബർത്ത്ഡേക്ക് കൊണ്ടുപോയിട്ട് ബർത്ത്ഡേക്കാരുടെ മുഖത്തുകൊണ്ട കേക്ക് തേച്ചാലും കല്യാണ ചെക്കൻ്റെയോ കല്യാണ പെണ്ണിന്റെ ദേഹത്തുകൊണ്ട കേക്ക് തേച്ചാലും ആ കേക്ക് തേപ്പ് ശരിയാണെന്നൊരിക്കലും ഞാൻ പറയില്ല. പക്ഷെ അത് ഞങ്ങൾക്കിടയിലുള്ള സൗഹൃദത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഫ്രണ്ട്സാണ് അത്. ഇപ്പം നോറയ്ക്ക് നന്നായിട്ട് അറിയാം, സിജോ ചേട്ടന്റെ ദേഹത്തുകൊണ്ട് ഞാൻ കേക്ക് തേച്ച് കഴിഞ്ഞാൽ സിജോ ചേട്ടൻ ഒരിക്കലും പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം.
അതുകൊണ്ടാണ് അവളിത് ചെയ്യുന്നത്. ആ സൗഹൃദത്തിൽ ചെയ്തു പോയ കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോ എത്രയോ കാര്യങ്ങൾ നമ്മൾ സൗഹൃദത്തിൽ ചെയ്യാറുണ്ട്. അന്ന് ഒരുപാട് മീഡിയാസും അല്ലെങ്കിൽ അന്ന് ഒരുപാട് ആൾക്കാർ, പിന്നെ ഇത് ഞങ്ങളെ ആരും അറിയാത്ത ഒരാള് അയാൾക്കിത് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇടാനും അവരത് വേറെ രീതിയിൽ സംസാരിക്കുന്ന കൊണ്ടൊക്കെയാണ് ഈ സംഭവം ഇത്രയും വൈറലായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ഇത് ഇപ്പോ എന്റെ നാട്ടിൽ കല്യാണം നടക്കുന്ന സമയത്ത് നമ്മൾ ഈ ചെക്കനും പെണ്ണിനും ഏറ്റവും അധികം കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കുമല്ലോ. സത്യം പറഞ്ഞാൽ ഞങ്ങളകത്ത് എന്തൊക്കെ വൃത്തിയായിട്ട് കാണിച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് നമ്മൾ ഉപ്പ് കലക്കി വെക്കും, ചില ആൾക്കാർ മദ്യം കലക്കി വെക്കാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കുന്ന ഒരുപാട് പരിപാടീസ് ഒക്കെ ചെയ്യാറുണ്ട്, ഫ്ലെക്സ് അടിച്ച് വെക്കാറുണ്ട്, അല്ലെങ്കിൽ ചെക്കനെയും പെണ്ണിനെയും കളിയായിക്കൊണ്ട് പാട്ടും ഡാൻസും ഒക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. പക്ഷെ അന്ന് അത്രയും മീഡിയാസ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ കേക്ക് തേപ്പ് ഇത്രയും വൈറലായിട്ട് മാറിയത്. അതിൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു കംപ്ലൈന്റും ഇല്ല, അച്ഛനും കംപ്ലൈന്റ് ഇല്ല, അച്ഛൻ്റെ ദേഹത്ത് കേക്ക് തേച്ചിട്ടില്ല. ചേച്ചിയും പെട്ടെന്ന് ഒന്ന് ഷോക്കായി പോയെന്തോ. അതിപ്പോ ഞാൻ പറയാണ്, ഇപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂവിനിടയിൽ ഞാൻ നിന്റെ അടുത്ത് ആദ്യം പറയാണ്, ഇന്റർവ്യൂ തീരാറാകുമ്പോഴത്തേക്ക് ഞാൻ കേക്ക് എടുത്ത മുഖത്ത് എറിയും കേട്ടോ എന്ന് ഞാൻ പറയാണെന്ന് വെച്ചോ. അപ്പൊ നീ പറയാണ് ഓക്കെ ഏട്ടാ തീർന്നിട്ടല്ലേ എന്ന് ചോദിച്ചു. ഈ ഇന്റർവ്യൂ തീരുന്നു, നമ്മളെല്ലാം അതിനെ പോയി, ഞാൻ പെട്ടെന്ന് കേക്ക് എടുത്ത് ഒറ്റ എറിയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഞെട്ടിപ്പോവും. ആ ഞെട്ടല് അറിഞ്ഞ് ഇപ്പൊ നമ്മൾ നോറ വന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആ ഞെട്ടൽ എല്ലാവർക്കും അവിടെ സംഭവിക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, പക്ഷെ ഈ സംഭവം പിന്നീട് പുറത്ത് വന്ന് വേറെ ആൾക്കാർ ഏറ്റെടുത്ത് അവർക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇത്രയും വലുതായിട്ട് മാറിയത്. ഞങ്ങൾക്ക് അതിനകത്ത് പ്രശ്നമൊന്നും. എന്തുകൊണ്ട് റോക്കി ചേട്ടനെ കല്യാണത്തിന് വിളിച്ചില്ല എന്നൊരു അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് വിളിക്കാത്തത്. കാരണം വേണ്ടപ്പെട്ടവരെ എല്ലാരെയും വിളിച്ചിട്ടുണ്ട് കല്യാണം. ഓക്കെ, വളരെ സ്നേഹിക്കുന്നവരെ മാത്രം വിളിച്ചു നടത്താൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. ഞങ്ങളെ സ്നേഹിക്കുന്നതും ജെന്യുവനായിട്ട് ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും. കാരണം ഇപ്പൊ അതിനൊരു ആൻസർ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ കല്യാണം എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ബന്ധുക്കൾ, അല്ലെങ്കിൽ എൻ്റെ അയൽവാസി നെയ്ബേഴ്സ്, അങ്ങനെയാണ് അല്ലെ. എൻ്റെ സുഹൃത്ത് വലയങ്ങളാണ് എൻ്റെ കല്യാണത്തിനുള്ളത്. അപ്പോൾ എൻ്റെ സുഹൃത്ത് വലയം അല്ലാത്ത ഒരാളെ ഒരിക്കലും കല്യാണത്തിന് വിളിക്കേണ്ട ആവശ്യം എനിക്കില്ല. അപ്പൊ നമ്മൾ അവിടെ വന്ന എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. എൻ്റെ കല്യാണത്തിന് ഇപ്പോ 1000 പേര് വന്നിട്ടുണ്ടെങ്കിൽ 1000 പേരും എൻ്റെ സുഹൃത്തുക്കളാണ്, കണക്ഷനുള്ള ആൾക്കാരാണ്. ഞാൻ ആത്മബന്ധം വെച്ച് പുലർത്തുന്ന ആൾക്കാരാണ്. ഈ ഒരാത്മബന്ധവും ഇല്ലാത്ത, ഒരു സൗഹൃദവും ഇല്ലാത്ത, എന്നോട് വളരെ മോശം പ്രവൃത്തി ചെയ്തിട്ട് മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി മാത്രം എൻ്റെ അടുത്ത് വന്ന് എപ്പോഴോ ആൾക്കാരുടെ മീഡിയക്കാരെ കണ്ടപ്പോൾ മാത്രം എൻ്റെ അടുത്ത് വളച്ചൊടിച്ച് ഒരു സോറി പറഞ്ഞ് പോയ ഒരാളെ എനിക്ക് ഒരിക്കലും വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം അയാളായിട്ട് ഞാൻ ഒരിക്കലും സൗഹൃദം വെച്ച് പുലർത്താൻ ആഗ്രഹിക്കുന്നില്ല, ഇനി മുന്നോട്ട് പോകുമ്പോഴും ഉണ്ടാവില്ല. ഒരാളെ വിളിക്കേണ്ട ആവശ്യം എനിക്കില്ല. നമ്മൾ ഇനി കിടക്കുന്നത് മനപ്പൊരുത്തം റൗണ്ടിലേക്കാണ്. പ്രോപ്പർട്ടീസ് എല്ലാം ഇവിടെ റെഡിയാണ്. രണ്ടുപേരും വീട്ടിൽ പറയാതെ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യാൻ പോയ പ്ലേസ്? അത് തന്നെ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയ പ്ലേസ് നോക്കട്ടെ. തെറ്റി, ഞാൻ ബീച്ചാണോ? ഞങ്ങൾ ആദ്യം മീറ്റ് ചെയ്യുന്ന ശരവണാസില. അതല്ലേ ശരവണാസ്. ശരിയാ ശരവണ. പക്ഷെ ഞാൻ വിചാരിച്ച പ്ലേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച ഒരു സ്ഥലം കാണാൻ വേണ്ടി പോയെന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് വിസിറ്റ് ചെയ്തപ്പോ ചേച്ചി ഇട്ട ഡ്രസ്സിന്റെ കളർ? എനിക്കറിയത്തില്ല, പിന്നെ അറിയില്ല. നാലൊരു കളർ, ഇഷ്ടപ്പെട്ട കളർ അങ്ങ് എഴുതിക്കോ. നന്നായിട്ട് ഓക്കെ, ഏകദേശം. ബ്ലൂ ബ്ലാക്ക് എപ്പോഴും ഇടുള്ളൂ, സൗകര്യമായി. ആരാണ് ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുക? ആണോ? ശരിക്കും? ഞാൻ ഇങ്ങനെ വീഡിയോ ഉണ്ടായിരുന്നു, നട്ടപ്പാതിരക്ക് ക്രേവിങ്സ് വന്നപ്പോ. അത് അമ്മച്ചി ഉണ്ടാക്കി വെച്ചതാണ് കപ്പ. കുക്ക് ചെയ്യാൻ ഞങ്ങൾ ഇവർക്ക് ഭയങ്കര മടിയാ കുക്ക് ചെയ്യാനായിട്ട്. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ വീട്ടിൽ നിന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, ഫുഡ് ഉണ്ടാക്കണം. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആരാണ് സ്നോർ ചെയ്യാറ്, കൂർക്കം വലിക്കാറ്? ഇവളിപ്പോ എന്റെ പേര് എഴുതുവേ, അത്യാവശ്യം രണ്ടുപേരുണ്ടാവോ? അല്ലല്ല, ഞാൻ അച്ഛടെ കേൾക്കുന്നത്, ഞാൻ എന്റെ കേൾക്കാറില്ല. കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ജലദോഷമാണ്. അപ്പം നമുക്ക് ഈ ജലദോഷം വരുമ്പോഴത്തേക്ക് നമുക്കൊരു മൂക്കടപ്പുണ്ടാവും. പക്ഷെ ഇവിടെ നല്ല ഊർക്കം വലിയ രാത്രി, അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ടാവും. ആരാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്? കമ്പാരിറ്റീവ്ലി പറയാം, ഇത് കറക്റ്റ് ആയിട്ട് വന്നു. ഇപ്പം അടി ഉണ്ടാക്കിയിരിക്കുവാണെങ്കിൽ ആദ്യം ആരായിരിക്കും പാച്ചപ്പ് ചെയ്യാൻ നോക്കുക? ഡിപ്പെൻസ്. അത് എന്തായാലും ഞാൻ പാച്ചപ്പിന് സെയിം ആണോ? ഞാൻ പോവില്ല. നമ്മള് ജാടയൊക്കെ ഇട്ടിരിക്കുന്നു. അല്ല ജാടയല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, സൈക്കോളജിക്കലി നമ്മൾ ഒരാളടുത്ത് പെട്ടെന്ന് ശരിയാവില്ല. ഇനിയിപ്പോ സിജോ ചേട്ടന് ഒരു പ്രോബ്ലം വരുവാണെങ്കിൽ ബിഗ് ബോസ് സീസൺ 6 ഏത് ഫ്രണ്ടിനെ ആയിരിക്കും ആദ്യം കോൾ?
സായിനെയാണോ? എന്തെങ്കിലും ഇൻസിഡൻസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഒത്തിരി ഉണ്ട്. ഞാനൊരു സംഭവം പറയാം. ഇപ്പം കല്യാണത്തിന്റെ സമയത്ത് ഞാൻ സായിയും കൂടെ ഞങ്ങൾ കാറിയിരിക്കും. അപ്പോൾ ഈ റിസോർട്ടുകാരുണ്ടല്ലോ, കല്യാണം നടത്തുന്ന റിസോർട്ടുകാർ കല്യാണത്തിന് തലേന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക പേയ്മെന്റ് കൊടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞു പേയ്മെന്റ് തലേ ദിവസം കൊടുക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ എൻ്റെ കാരണം നമ്മളിങ്ങനെ ഒരുപാട് പേയ്മെന്റ് ഇങ്ങനെ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും ലിമിറ്റ് കഴിഞ്ഞാൽ പൈസ സെൻഡ് ആവില്ല. 24 hours കഴിയുന്നത് കഴിയും. ബ്രോ ലിമിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്, ഞാൻ ഒന്നെങ്കിൽ നേരിട്ട്, ഞാൻ വീട്ടിലെത്തിയിട്ട് നേരിട്ട് കൊണ്ടുപോയി തരാം, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നാളെ രാവിലെ അവിടെ എത്തുമ്പോൾ തരാം ഇങ്ങനെ പറഞ്ഞു. അവരൊന്നും അല്ല ബ്രോ ഇങ്ങനെയല്ല. പിന്നെ അവർ 1 വിളിച്ചു, 2 വിളിച്ചു, 3 വിളിച്ചു, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ സായി ഇവർക്കൊരു മര്യാദയില്ല. കാരണം നീ കല്യാണച്ചക്കനല്ല, അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നീ പറഞ്ഞല്ലോ തരാമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇവരിങ്ങനെ മോശമല്ലേ. ആ പെട്ടെന്ന് ഒരു 1 ലക്ഷം രൂപയോളം കൊടുക്കാനുണ്ട്. പെട്ടെന്ന് സായി അവൻ്റെ ഫോൺ എടുത്തിട്ട് അന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അവിടെ എനിക്ക് അവൻ അതിൻ്റെ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ട് പോലും ഇല്ല. ചെയ്യണ കാര്യങ്ങൾ. പക്ഷെ അത് മാത്രമല്ല, എന്റെ കല്യാണം 4-ാം തീയതിയാണ്, അവൻ 29-ാം തീയതി കണ്ടിരുന്നു. സായും സ്നേഹ ചേച്ചിയും അവർ 29-ാം തീയതി നാട്ടിൽ വന്നു. കല്യാണം എല്ലാം കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞിട്ടാണ് അവര് തിരിച്ചു പോയി. മറ്റേ അത് മാത്രമല്ല, എനിക്ക് കഴിഞ്ഞ ദിവസം വയ്യാണ്ട് വന്ന് ഞാൻ ഇങ്ങനെ കിടപ്പ. അപ്പോഴും ഞാൻ അച്ചുവെടുത്തുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വണ്ടി കിടന്നു, എനിക്ക് സായിനെ കാണണം. വീഡിയോ കോൾ ചെയ്തു അങ്ങനെ കെട്ടിയത് തന്നെ മറന്നു. പിന്നെ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത പനി വരുമ്പോ ഞാൻ അങ്ങനെ അടിച്ച് കളിക്കളയാ. ഓക്കെ, സോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായ മനപ്പൊരുത്തം ഉണ്ടെന്ന് മനസ്സിലായി. ഇതേപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഓഫ് ലവ് ആണ് അല്ലെ? എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? 6 വർഷം ആവുന്നു. 6 വർഷം ആവുന്നു. ഓക്കെ, 6 years ഓഫ് ലവ് ആണ്. അപ്പൊ 6 വർഷമായിട്ട് ഞങ്ങള് പരിചയക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്ക സമയം തൊട്ട് തന്നെ പരിചയപ്പെട്ടു. വളരെ പെട്ടെന്ന് തന്നെ പിന്നെ ഇഷ്ടത്തിലേക്ക് പോവുകയും ചെയ്തു. ഒരുപാടൊന്നും ഞങ്ങള് ഇതിനു മുമ്പ് സുഹൃത്തുക്കളൊന്നും അല്ല. ഞങ്ങൾ തമ്മിൽ 5 വയസ്സിന്റെ വ്യത്യാസം. അപ്പോ ഈ വ്യത്യാസം ഉള്ളപ്പോഴത്തേക്ക് ഞങ്ങൾ കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവല്ലേ. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും 2 ജില്ലക്കാരൻ, ഒരാൾ കോട്ടയം, ഒരാള് ആലപ്പി. ഭയങ്കര ഡിസ്റ്റന്റ് റിലേഷൻ ആണ്. അതെ. അപ്പോ നമ്മളിപ്പോ സാധാരണ ഞാൻ ഇതിനു മുമ്പും പ്രേമിച്ചിട്ടുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ പഠിച്ചിട്ടുള്ള എന്റെ ചുറ്റുവട്ടത്തുള്ള എന്റെ നാട്ടിൽ ഇപ്പൊ നാട് പൂങ്കാവെന്നായി. അപ്പൊ പൂങ്കാവിലുള്ള പെൺകുട്ടികളെയാണ്, അതിൽ കോളേജിൽ പോകുമ്പോൾ എന്റെ കോളേജിലുള്ള പെൺകുട്ടികളെ ഇങ്ങനെ നമ്മൾ നോക്കുക. അതെല്ലാം തേപ്പാവുമല്ലോ, അങ്ങ് പോകും. അതിനുശേഷം പിന്നെ കറങ്ങി തിരിഞ്ഞ് ജില്ല വിട്ടിട്ട് ഫസ്റ്റ് ലവ് ആയിരുന്നു. അത് സക്സസ് ആയി. ജില്ലയുടെ പ്രശ്നമായിരുന്നു, ആലപ്പുഴയായിരുന്നു എന്റെ പ്രശ്നം. അങ്ങനെയാണ് വരുന്നത്. പിന്നീട് ഞങ്ങളുടെ യൂട്യൂബിലാണെങ്കിലും എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പരിചയപ്പെട്ട കഥ എങ്ങനെയാണ് പറയണത്. അത് വർഷങ്ങൾക്ക് മുന്നേ, ഞാൻ പറഞ്ഞ പോലെ ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേ, നമ്മളിപ്പോ ഈ ഇന്റർവ്യൂ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം ചങ്ങനാശ്ശേരിയാണല്ലേ. അപ്പൊ ചങ്ങനാശ്ശേരിയില് അതെ തൊട്ടടുത്ത് അവിടെ ഒരു കോണ്ടൂർ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഒരു റിസോർട്ട് ഉണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു MLM കമ്പനിയാണ്. അപ്പൊ MLM കമ്പനിയുടെ ഓരോ വർഷവും വലിയ വലിയ ഇവന്റ്സ് അവർ വെക്കുമല്ലോ. അതിലേക്ക് ആൾക്കാരെ ചേർക്കുക എന്നുള്ളതാണല്ലോ അറിയാൻ പറ്റുമായിരിക്കും MLM കമ്പനിയുടെ ഉദ്ദേശം. അതില് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഓരോ ആൾക്കാരും കുറെ ആൾക്കാരെ കൊണ്ടുവരും. ഗസ്റ്റ് ആയിട്ട് കുറെ ആൾക്കാരെ പുറത്തുനിന്ന് ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ ഈ ഗസ്റ്റ് ആയിട്ട് പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് പരിചിതമില്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും വരുന്നത്. അന്ന് ഞാനാണ് ആ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തത്. ഈ ഒരാഴ്ചയിൽ 2,10,000 കിട്ടുന്നതാണ് അവരുടെ ബിസിനസ് പ്ലാൻ. അപ്പൊ നമ്മൾ പറയുമ്പോഴത്തേക്കും കോട്ടിംഗ് സ്കൂട്ടൊക്കെ ഞാൻ വാടക എടുത്ത്, എന്റെ അല്ല, അങ്ങനെയാണ് ഞാൻ അവിടെ വലിയ ആളായിട്ട് ലക്ഷങ്ങൾ കിട്ടുന്ന ഒരാളായിട്ട് ഞാൻ അവിടെ കിടന്ന് കത്തിയടിക്കുക. അപ്പോ ലിനിയുടെ പപ്പാനെ എന്റെ ടീമിലല്ലാത്ത വേറെ ടീമിലുള്ള ഒരാള് ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം അവിടെ ഉണ്ട്. അങ്ങനെ അവിടെ വരുന്ന സമയത്ത് ഞാൻ ഈ കഥയൊക്കെ പറയുന്നു. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും ഞാൻ പ്രോഗ്രാം അവിടെ അവതരിപ്പിച്ചത് കൊണ്ട് ഞാൻ വന്ന് പിന്നെയും ഒരാളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ ആളാണെന്ന് തോന്നൂല്ലോ എന്നൊരു ധാരണ മറ്റേ ഈ പപ്പാനെ കൊണ്ടുവന്ന ആൾക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വന്ന് സംസാരിക്കുന്നു. പപ്പയോട് സംസാരിച്ചപ്പോഴത്തേക്കും പപ്പയ്ക്ക് പറഞ്ഞു, മോനെ എനിക്കിത് അറിയില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ എന്തായാലും കാരണം ഒരു ആഴ്ച 2,10,000 കിട്ടുന്ന പരിപാടിയൊക്കെ ഞാൻ പറയുന്നു. അതൊരു കുറേ കിട്ടുന്നില്ല, അത് വേറെ കേസ്. അപ്പൊ പറയുമ്പോഴത്തേക്കും നമ്മള് പറിച്ചു മാത്രമേ ഉള്ളൂ. അന്ന് ഞാൻ പെട്രോൾ ചെയ്യാൻ കാശിലാണ്ട് 50 രൂപ കാശിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ മോളുടെ അടുത്ത് ഇത് വന്ന് ഷോപ്പിൽ അവളുണ്ടാവും, കടയിലുണ്ടാവും, അവളുടെ അടുത്ത് വന്ന് സംസാരിച്ചോ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മടുപ്പായിരുന്നു. കാരണം എന്റെ ടീമിലുള്ള ആളല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് ആ ഷോപ്പിൽ പോയിട്ട് പിന്നെയും കഥ പറയാൻ നിൽക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, സിജോ ഫ്രീ ആണെങ്കിൽ നീ ഒന്ന് വാ, നീയാണല്ലോ ഇവിടെ പറഞ്ഞേ, അവിടെ നീ തന്നെ വന്ന് അവിടെ ഒന്ന് സംസാരിക്കാൻ. ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണ് സംസാരിക്കാം. അങ്ങനെ ഷോപ്പിലേക്ക് വരുന്നു. അപ്പൊ ഞാൻ ഈ ഷോപ്പിലേക്ക് വരാൻ മടിച്ചതിന്റെ കാര്യം, അല്ലെങ്കിൽ ഈ 2 വർഷമായിട്ട് ഞാൻ ആ പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പൊ 2 വർഷം
വർഷത്തിൽ 2 വർഷം എടുത്താണ് എനിക്ക് മനസ്സിലായത് ഇത് എനിക്ക് പറ്റുന്ന പരിപാടിയല്ല, അല്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇനി സക്സസ് ആകാൻ പറ്റില്ല. 2 years. എനിക്ക് 2 വർഷം കൊണ്ടാണ് എനിക്കിത് മനസ്സിലായത്. അത്ര സമയം എടുത്തു. അപ്പൊ ഞാനൊരു BEd കാരനാണ്. BEd കഴിഞ്ഞിട്ട് ഞാൻ ടീച്ചറാണ്. അപ്പൊ ഞാൻ ടീച്ചിങ്ങിൽ നിന്നിട്ട് അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ MLM-ലേക്ക് വരുന്നത്. അപ്പൊ എന്റെ ധാരണ എന്താണ്, പെട്ടെന്ന് കുറെ കാശ് ഉണ്ടാക്കാം, കാശുകാരനാവുന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ 2 വർഷത്തെ ജേർണി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ 2 വർഷമായിട്ട് നമുക്ക് കൈ കാശില്ലാണ്ട് ഇതിനു വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ട ഒരുപാട്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് പോകുന്നു, ഞാൻ ഒരാളെ കണ്ടപ്പോഴത്തേക്കും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് തുടങ്ങുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാ. കാരണം ഞാൻ കണ്ടപ്പോഴത്തേക്കും ഒരു നോർമൽ ഒരു പെൺകൊച്ചു, അപ്പൊ അത്രേ ഉള്ളൂ. കാരണം അപ്പൊ എന്റെ പ്രേമിക്കാൻ പറ്റുന്ന മനസ്സെനിക്കൊന്നും ഇല്ല. കാരണം നമുക്ക് നമ്മുടെ സാമ്പത്തിക വലിയൊരു, കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പൊളിഞ്ഞു നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏറ്റവും ഫെയിലിയർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു പ്രേമൊന്നും തോന്നില്ല. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ അച്ഛൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ 1/2 മണിക്കൂർ കൊണ്ട് ഞാൻ ഇത് അവതരിപ്പിച്ചു. ഈ കാര്യം അവതരിപ്പിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞു, നോ പറഞ്ഞു. പെട്ടെന്ന് ഒരാൾ ഇവർക്ക് പറ്റില്ല. അപ്പം ഇവളെന്റെ അടുത്ത് പറയുന്നേ എനിക്കും പറ്റില്ല, അതായത് ഇവർക്കും പറ്റില്ല, ഇവളുടെ പപ്പയ്ക്കും പറ്റില്ല, എനിക്കും പറ്റില്ലാത്ത പരിപാടിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ശരിയാ. അപ്പൊ ഞാൻ മനസ്സിൽ പറയുന്നത് ശരിയാണ്, എനിക്ക് പറ്റില്ല. അപ്പൊ എന്റെ മുഖത്തേക്ക് ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്നത് നിങ്ങൾക്ക് ഇത് പറ്റുന്ന പരിപാടിയല്ല. ഞാൻ എവിടെ ചെന്നിട്ട് ഇത് പറഞ്ഞാലും നമ്മൾ എങ്ങനെയും പറഞ്ഞ് ചാക്കിലാക്കും. അല്ലെങ്കിൽ ഞാൻ സംസാരപ്രിയനായതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും സംസാരിച്ച് നമ്മുടെ പരിധിയിൽ വരത്താറുണ്ട്. അപ്പൊ ഒരാൾ കംപ്ലീറ്റ്ലി എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ പറ്റില്ല എന്ന് പറയുന്നു, നോ പറയുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് പറ്റാത്തത് പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ ആലോചിച്ചു, 2 വർഷം കൊണ്ടാണ് ഞാനിത് മനസ്സിലാക്കിയത്. 1/2 മണിക്കൂർ കൊണ്ട് പുള്ളിക്കാരത്തി ഇത് മനസ്സിലാക്കി. അപ്പൊ നല്ല കഴിവുള്ള ആളാണ്, കാലിബർ. അപ്പോഴാണ് എനിക്കൊരു ഇഷ്ടം അപ്പൊ തോന്നി. അപ്പൊ ഞാൻ ആലോചിച്ചു, അങ്ങനെയാണെങ്കിൽ ഇയാള് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കഴിവില്ല എന്ന് പറഞ്ഞ ഒരാളുടെ അടുത്ത് ഇഷ്ടം തോന്നി. അങ്ങനെ തോന്നി. എനിക്ക് കഴിവില്ലാത്ത ഒരാൾ പറഞ്ഞപ്പോ എനിക്ക് അയാളോട് ഇഷ്ടം തോന്നി. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ പേര് ലിനു എന്നാണ്. അപ്പൊ എനിക്ക് ലിനു എന്നൊരു പേര് കിട്ടി. പക്ഷെ പപ്പാടെ പേര് പറഞ്ഞാൽ സ്കറിയ. അപ്പം ഞാൻ ആലോചിച്ചു, അന്ന് ഇൻസ്റ്റഗ്രാമില്ല, ഫേസ്ബുക്കാ. അപ്പോ ഇദ്ദേഹത്തിന്റെ പേര് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഫേസ്ബുക്കിലൂടെ തപ്പി എനിക്ക് കമ്പനി ആവാം. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു ഫോം ഉണ്ട് നമുക്ക് ഈ ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പൊ എന്റെ തോന്നിയില്ല, ഞാൻ താല്പര്യമില്ല, ഫോം ഒന്നും ഫില്ല് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ എങ്ങാനും നാളെ എപ്പോഴെങ്കിലും ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇങ്ങനെ തമാശക്ക് നമ്മളൊന്നിങ്ങനെ പറയും, ഒരു ഐഡിയ അടിച്ചിട്ടേക്ക് പിന്നീട് എപ്പോഴെങ്കിലും യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ഫോമിൽ പേര് ഫില്ല് ചെയ്ത് വാങ്ങിച്ചു. ആ പേര് ഫില്ല് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, പപ്പാടെ പേരിൽ ഐഡിയ അടിക്കണ്ട. അങ്ങനെ ഡീറ്റെയിൽസ് അങ്ങനെ തപ്പിയിട്ട് ഞാൻ ഐഡിയ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഐഡിയ എന്നിട്ട് ഇപ്പൊ അത് യൂസ് ചെയ്യും. എന്നിട്ട് ഞാൻ ഫേസ്ബുക്കിൽ തപ്പി എടുത്തിട്ട് റിക്വസ്റ്റ് അയച്ചിട്ട് അന്ന് സംസാരിച്ചില്ല. കാരണം അന്ന് സംസാരിച്ചാൽ നമ്മൾ പെട്ടെന്ന് ഒരു കോഴി ഇമേജ് ആയി. കാരണം അന്ന് തന്നെ നമ്മള് കാണിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ പതുക്കെ 1-2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് പിന്നീട് ഞാൻ മെസ്സേജ് അയച്ചു. ആരായിരുന്നു ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത്? പ്രപ്പോസ് ചെയ്തിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ആക്സെപ്റ്റ് ചെയ്യാ എങ്ങനെയാ മനസ്സിലായത് ചേച്ചി? ഇങ്ങനെയൊക്കെ സംഭവിച്ചു. മാർക്കടിച്ചോ? മാർക്കോ ഒന്നും ചേച്ചി അങ്ങോട്ടും പറഞ്ഞില്ല, ചേട്ടൻ ഇങ്ങോട്ടും പറഞ്ഞില്ല. പിന്നെ ഇങ്ങനെ മാരേജിലേക്ക് ഇപ്പൊ മാരേജ് ചെയ്യണം, നമുക്ക് വിവാഹം കഴിക്കാം എന്നെങ്കിലും ഒരുമിച്ച് തീരുമാനിക്കണ്ടേ? ആ ഒരു ഡേറ്റ് ഓർമ്മയുണ്ടോ? നമ്മളിങ്ങനെ ഡെയിലി സംസാരിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ആദ്യം പരിചയപ്പെടുന്നു, പിന്നീട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളൊരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുമല്ലോ. അങ്ങനെ ഇങ്ങനെ മിണ്ടി നല്ല കൂട്ടായി. അപ്പൊ പുള്ളിക്കാരത്തിയുടെ ഒരു കൂട്ടുകാരത്തിന്റെ വിവാഹത്തിനൊക്കെ പോകാൻ പറ്റിയില്ല. അപ്പൊ അന്ന് എന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ ആൾ ഭയങ്കര ഡെസ്പാ. അപ്പൊ ഒരു പെൺകുട്ടി ഡെസ്പായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ കയറി ആണുങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കയ്യിലെടുക്കുക. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് ആലോചിക്കുമായിരുന്നു, ഈ പെണ്ണ് എപ്പോഴെങ്കിലും ഡെസ്പായിട്ട് ഇരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് കയറി ചെല്ലല്ലോ. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഡെസ്പായിട്ട് ഇരുന്ന സമയത്ത് ഞാൻ അങ്ങനെ സംസാരിച്ച് കുറച്ചുകൂടെ കൂട്ടായി. അത് ഞങ്ങൾ മെയ് 28-ാം തീയതി, വർഷങ്ങൾക്ക് മുന്നേ ഉള്ള മെയ് 28-ാം തീയതി ആദ്യമായിട്ട് വീഡിയോ കോൾ ചെയ്തു. അന്നാണ് വീഡിയോ കോൾ ചെയ്യുന്നത്. ആ ഡേറ്റ് ഓർത്തിരിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഞങ്ങൾ എല്ലാ വർഷവും മെയ് 28 എന്ന് പറഞ്ഞ ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും. ഫസ്റ്റ് വീഡിയോ കോൾ കണ്ട ദിവസമല്ല, അന്ന് അപ്പോൾ നേരിട്ട് കണ്ടിട്ടേ ഇല്ല. അതിനുശേഷം പിന്നെ ഞങ്ങള് നേരിട്ട് കാണാൻ വേണ്ടി വീഡിയോ കോൾ ചെയ്തത് നമുക്ക് എന്തായാലും വീഡിയോ കോൾ ചെയ്ത് ഓർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഡേറ്റ് വെച്ചിട്ട് ഞങ്ങള് മുന്നോട്ട്. അപ്പോ അത് കഴിഞ്ഞിട്ട് ഈ മെയ് 28 കഴിഞ്ഞിട്ട് ജൂൺ 2-ാം തീയതി അച്ഛന്റെ ബർത്ത്ഡേ, ജൂൺ 9-ാം തീയതി എന്റെ ബർത്ത്ഡേ. അപ്പോ ഒരു വീക്കിന് വ്യത്യാസം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അപ്പൊ നേരിട്ട് കാണാം. അങ്ങനെ നേരിട്ട് കാണാൻ വേണ്ടിട്ട് അപ്പോഴും ചങ്ങനാശ്ശേരിയിലുള്ള ശരണവാസിൽ ഞങ്ങൾ നേരിട്ട് വന്നു കാണാൻ വേണ്ടി. ഞാൻ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പ്രപ്പോസ് ചെയ്യാം, ഇഷ്ടമാണെന്ന് തുറന്ന് പറയാം എന്നുള്ള രീതിയിലാണ് ഞാൻ വരുന്നത്. എനിക്ക് ഇഷ്ടമാണ് ആളെ. പുള്ളിക്കാരത്തേക്ക്
എന്നോട് ഇഷ്ടമാണെന്ന് എനിക്കൊരു സൂചന എനിക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വന്ന് സംസാരിച്ചപ്പോൾ ശരണാസ് വന്നിരുന്ന് നിങ്ങൾ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് കംപ്ലീറ്റ്ലി എനിക്ക് ഉറപ്പായി പുള്ളിക്കാരത്തേക്ക് എന്നെ ഇഷ്ടമാണ്, ഉറപ്പിച്ച് ചെയ്യാൻ. അപ്പൊ ഞാൻ വിചാരിച്ച് ഇനി എന്തിനാ ഞാൻ പ്രപ്പോസ് ചെയ്യുന്നേ, കാരണം ഇനി ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എങ്ങാനും റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മെനക്കെടാവും. ഈ റിജക്ട് വന്നു കഴിഞ്ഞുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ വളക്കാനായിട്ട് എല്ലാ ദിവസവും ചങ്ങനാശ്ശേരി വരെ വണ്ടി ഓടിച്ച് വരണം. അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് അത്രയും പെട്രോൾ കാശ് നഷ്ടമാണ്, സമയം നഷ്ടമാണ്. അന്ന് ഒരു മണിക്കൂർ എടുക്കും അവിടുത്തെ നമ്പർ വരാനായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇനി പ്രപ്പോസ് ചെയ്യണ്ട. അപ്പൊ ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പെട്ടെന്ന് ഞാൻ ഇറങ്ങാൻ പോകല്ലേ, ഞാൻ ഇറങ്ങാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ഒരു ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് ഞാൻ പോയിക്കളാം. അന്നായിരുന്നു ഫസ്റ്റ് കിസ്സും പ്രപ്പോസലും എല്ലാം അല്ലേ? അതെ, ഞാൻ ഉമ്മ കൊടുത്തിട്ട് ഓടിക്കളഞ്ഞല്ലോ. ഓടിക്കളഞ്ഞപ്പോഴത്തേക്കും 2 ചാൻസാ ഉള്ളത്. ഒന്നെങ്കിൽ എന്നെ അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്ത് തെറി വിളിച്ച് ചീത്ത വിളിച്ച് ഈ റിലേഷൻ കട്ടാവും. അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് പോകും. അപ്പൊ ഞാൻ പറഞ്ഞ് ആ ഉമ്മ വന്നപ്പോഴത്തേക്കും ഞാൻ വീട്ടിലെത്തിരി വിളിച്ചു ചോദിച്ചു. ഞാൻ പറപ്പിച്ച് വീട്ടിലെത്തി ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും എനിക്കറിയാം എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. ഇപ്പൊ ഇഷ്ടമായതുകൊണ്ട് എന്തായാലും ബ്ലോക്ക് ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ ആദ്യം ഇങ്ങനെ എന്ത് പണിയാ കാണിച്ചെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ് അത് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ചെയ്തത്. ഇഷ്ടമല്ലെങ്കിൽ എനിക്കിനി മെസ്സേജ് ചെയ്യണ്ട, അല്ലെങ്കിൽ മാത്രം എനിക്ക് എന്നെ മെസ്സേജ് ചെയ്തോളൂ, എനിക്കിനി മെസ്സേജ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പിന്നെ മെസ്സേജ് ചെയ്തു. അപ്പൊ എന്റെ ഇഷ്ടം അന്ന് തന്നെ ആണോ? ഏതായാലും നമുക്ക് നഷ്ടപ്പെട്ടു പോയൊരു പ്രപ്പോസൽ സീൻ ഉണ്ട്, അത് നമുക്ക് ഇവിടെ നിന്ന് റിക്രിയേറ്റ് അതെ, അന്ന് പ്രപ്പോസ് ചെയ്യാൻ പറ്റാത്തോണ്ടാ. എന്നാലും നമുക്ക് ഇവിടെ ഒന്ന് നമ്മുടെ ബ്രേക്ക് ഞാൻ ഓക്കെ ഒരു വീഡിയോ കാണിച്ചു തരാവേ. ലാലേട്ടന്റെ ഐ ലവ് യു ഞാൻ കാണിച്ചു തരാം. വന്ദനത്തില് വേണോ? ചേച്ചിയും ആക്ടർ ആണെന്നൊക്കെ എനിക്കറിയാം, ഞാൻ റീൽസെല്ലാം കണ്ടു. റീൽസിൽ എന്താ കണ്ട പോലെ ഇപ്പൊ നീ എടുപ്പിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ ഒരു 50 റീലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങളൊരു ആദ്യം ഒരു 2 തവണ ഷൂട്ട് ചെയ്യും. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു 50-100 ടേക്ക് എടുക്കേണ്ടി വരും. അത് ഞങ്ങളൊരു 100 ടേക്ക് ഒക്കെ എടുത്തിട്ടൊക്കെയാണ്. എനിക്ക് 2 പേർക്കും വരാത്തൊരു സാധനം റൊമാൻസ് വരത്തില്ല. എന്നാലൊന്ന് വരുത്ത കല്യാണ വീഡിയോ ഒക്കെ തോലും വന്നിട്ടില്ല. എങ്കിലും എന്നോട് പറ ഐ ലവ് യു. വന്ദനം സിനിമയിലെ ലാലേട്ടൻ. വെള്ളം മൊത്തം ഇപ്പൊ പറയേണ്ടി വരില്ല പറയുമ്പോഴാണ് പറ, എന്നിട്ട് പോയാ മതി. അച്ചു എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്ന്. പറങ്ങോട്ട് കണ്ണടച്ച് പറഞ്ഞാൽ മതി. അതെന്താ ഞങ്ങളുടെ സിജോന്റെ മുഖത്ത് നോക്കി പറ. ഒരു ദുരിതില്ല. ഈ ലവ് യു ആർക്ക് വേണം? സ്വീറ്റ് ആയിട്ട് പറ. ഇത്ര വരത്തുള്ളൂ. നല്ല സ്വീറ്റ് ആയിട്ട് ഐ ലവ് യു അങ്ങനെ പറ. ഐ ലവ് യു. ഒട്ടും കൊള്ളത്തില്ല, ഇച്ചിരി നന്നായിട്ട് പറ. ഐ ലവ് യു. ഇപ്പൊ നിങ്ങൾ ഐ ലവ് യു എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാരേജിന്റെ കാര്യം വീട്ടിൽ പറയണം. അതിന് മുന്നേ പിടിച്ചിരുന്നോ? സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.